അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹ് അല്ലാഹ് അള്ളാഹുവിൻ്റെ പേര്, നമ്മുടെ പടച്ചോനല്ലേ, അള്ളാഹുവിൻ്റെ പേരെഴുതുന്നത് ഇങ്ങനെയാണ്, അല്ലാഹ്. ഓക്കെ, ഇനി നമുക്ക് താഴെയുള്ളതൊന്ന് വായിച്ചു നോക്കിയാലോ. ഹുവല്ലാഹു ഹുവല്ലാഹു ഖതമല്ലാഹു ഖതമല്ലാഹു അമറല്ലാഹു അമറല്ലാഹു. വായിക്കും. അബ്ദുല്ലാഹി അബ്ദുല്ലാഹി റഹ്മത്തുല്ലാഹി റഹ്മത്തുല്ലാഹി നസ്റുല്ലാഹി നസ്റുല്ലാഹി. ഇവിടെയൊക്കെ നമ്മൾ വായിച്ചത് എന്താണ്? അല്ലാഹു അല്ലാഹി എന്നൊക്കെയാണ് അല്ലേ. അല്ലാഹ് അല്ലാഹ് എന്ന സൗണ്ടാണ്. ലാമാണ് എഴുതിയിട്ടുള്ളത്, പക്ഷെ വായിക്കേണ്ടത് എങ്ങനെയാണ്? അല്ലാഹ് അല്ലാഹ് അബ്ദുല്ലാഹ് റഹ്മത്തുല്ലാഹ് എന്നാണ്. എന്നാൽ അടുത്ത വരി നോക്കിയേ, ഗ്രീൻ ലെറ്റേഴ്സിലാണ് എഴുതിയിട്ടുള്ളത് അല്ലേ. ബിസ്മില്ലാഹി ഇൻദില്ലാഹി സബീലില്ലാഹി. ബിസ്മില്ലാഹി എന്ന് വായിക്കുമോ? ഇല്ല. ഇൻദില്ലാഹി എന്ന് വായിക്കുമോ? ഇല്ല. സബീലില്ലാഹി വായിക്കൂല, തെറ്റാണ്. അപ്പോൾ എങ്ങനെയാണ് വായിക്കേണ്ടത്? ബിസ്മില്ലാഹി ഇൻദില്ലാഹി സബീലില്ലാഹി. എന്താ കാരണം? ഇവിടെ അള്ളാഹു എന്ന് എഴുതിയതിൻ്റെ മുമ്പ് ഫത്ഹ് വന്നു അല്ലേ. മുമ്പുള്ള അക്ഷരം കണ്ടോ? ഫത്ഹാണ്. അള്ളാഹു എന്ന് എഴുതിയതിൻ്റെ മുമ്പുള്ള അക്ഷരം ലമ്മാണ്. ഫത്ഹാണെങ്കിലും ലമ്മാണെങ്കിലും അള്ളാഹു തന്നെ വായിക്കണം. അള്ളാഹു എന്ന് എഴുതിയതിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് കെസ്റാണെങ്കിൽ ലാ എന്നാണ് വായിക്കുക. സബീലില്ലാഹി ഇൻദില്ലാഹി ബിസ്മില്ലാഹി എന്നിങ്ങനെ കേട്ടോ, മറന്നു പോകരുതേ. ഓക്കെ. അല്ലാഹുമ്മ വായിക്കേ. സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് വേർഡുകളും കൂടെ ഒന്ന് വായിക്കാം. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് റസൂലില്ലാഹ് ഹബീബില്ലാഹ് സല്ലല്ലാഹ് ബാറകല്ലാഹ് അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്. ഓക്കെ, നെക്സ്റ്റ് ഖുർആനിലെ 5 ആയത്തുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ അല്ലാഹ് എന്നുള്ളതിന് റൗണ്ട് ചെയ്യുക കേട്ടോ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് യദ്ഖുലൂന ഫീ ദീനില്ലാഹി മർളാത്തില്ലാഹി യതൂബുല്ലാഹു അലൈഹിം. ഓക്കെ, ഇനി കുറച്ചുകൂടെ വേർഡുകൾ ഖുർആനിൽ നിന്ന് നമുക്ക് പഠിക്കാം. ഫീ സബീലില്ലാഹി വായിക്കേ. ഫീ സബീലില്ലാഹി ഫസാദഹുമുല്ലാഹു വലൗ ശാഅ അല്ലാഹു അഹ്ദല്ലാഹി സുബ്ഹാനകല്ലാഹുമ്മ ഖുലില്ലാഹുമ്മ. ഓക്കെ, ഇൻഷാ അല്ലാഹ് നല്ല ഉഷാറായിട്ട് വായിച്ച് എഴുതി
മനസ്സിലാക്കി പഠിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.